കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, സംസ്ഥാന സർക്കാരിൻ്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, PFRDA നിയമം പിൻവലിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള NGO യൂണിയൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് EMS സ്റ്റേഡിയത്തിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി C സലീഷ്, ജില്ലാ ട്രഷറർ N അരുൺകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K ഇന്ദിര തുടങ്ങിയവർ പ്രസംഗിച്ചു. പഠിക്കുന്നത് മലയാളം മീഡിയമായിട്ടുള്ള വിദ്യാർത്ഥികൾ. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന തൊഴിൽ സുരക്ഷ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് എല്ലാ വകുപ്പുകളിലേക്കും കേന്ദ്രം കടന്നു വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ സൈനിക വകുപ്പിലേക്ക് വരാൻ പോകുന്ന മാറ്റത്തിനെതിരെ നമ്മൾ പ്രതിഷേധം നടത്തി. സൈനിക ക്ഷേമ ജില്ലാതല ഓഫീസുകൾ അല്ലെങ്കിൽ സൈനിക ക്ഷേമ ഓഫീസ് എന്ന് പറയുന്ന വകുപ്പ് എന്ന് പറയുന്നത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളുകൾക്ക് ആനുകൂല്യം ഉറപ്പാക്കുകയും ജോലി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പാണ്. അവിടെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ വകുപ്പിലെ ജീവനക്കാർക്കുള്ള പ്രൊമോഷനുകളാണ്. ഇപ്പൊ എന്താ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്? ജില്ലാ ഓഫീസർ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഹയർ പോസ്റ്റുകളിലേക്കും സൈന്യത്തിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കാൻ തീരുമാനിക്കുക. വിരമിച്ച ആളുകളെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ രാജ്യസ്നേഹം പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ആ രാജ്യസ്നേഹ സേവനം ചെയ്തതിന്റെ ഭാഗമായി കിട്ടുന്ന ഒരു ആനുകൂല്യം ആ കാലഘട്ടങ്ങളിൽ പണിയെടുത്ത പട്ടാളക്കാർക്ക് നിഷേധിക്കപ്പെടുകയാണ്.